ഞാൻ ശ്രീരേഖ കമ്മ്യൂണിറ്റി എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചൂടുകാലം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. എപ്പോഴും ഭയങ്കര ചൂടാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് തലമുടിക്ക് പറ്റിയ സെറം, ജെല്ല് എല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെറം, അതായത് ഈ റോസ്മേരി സെറം ചൂട് കാലത്ത് നമുക്ക് അത്ര നല്ലതല്ല കേട്ടോ. അഥവാ അങ്ങനെ റോസ്മേരി സെറം ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. ഏതെങ്കിലും കോക്കനട്ട് ഓയിലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. അല്ലാതെ ഹോട്ട് സീസണിൽ റോസ്മേരി സെറം ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. പിന്നെ ആംല, നെല്ലിക്കയും കോക്കനട്ട് ഓയിലും കൂടി മിക്സ് ചെയ്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് തേക്കാൻ നല്ലതാണ്. പിന്നെ അതുകൂടാതെ ബ്രഹ്മി മിക്കവർക്കും കിട്ടും കേട്ടോ. മിക്കവരുടെയും വീടുകളിൽ കാണാം. അതല്ലെങ്കിൽ ആയുർവേദ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് ബ്രഹ്മി. ഇങ്ങനെ ഒരു പിടിയായിട്ടൊക്കെ പച്ചമരുന്ന് കടയിലൊക്കെ കിട്ടും, ബ്രഹ്മി കിട്ടും. അപ്പോൾ ഈ ബ്രഹ്മി കിട്ടുകയാണെങ്കിൽ ബ്രഹ്മി ഇട്ട് തിളപ്പിച്ച വെള്ളം, തലേ ദിവസം ബ്രഹ്മി ഇട്ട് വെള്ളം തിളപ്പിക്കുക. പിറ്റേ ദിവസം അത് അരിച്ചെടുത്തിട്ട് നമുക്ക് തലയോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. അപ്പം ഈ ചൂടുകാലത്ത് വളരെയധികം നല്ലതാണ്. സ്കാൽപ്പിനൊക്കെ നല്ലവണ്ണം തണുപ്പൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ബ്രഹ്മി സെറം ഏറ്റവും ഉചിതമാണ് ഈ ഹോട്ട് സീസണിലേക്ക്. അപ്പോൾ ഇങ്ങനെ പലതും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഭൃംഗരാജ് പറഞ്ഞു കയ്യുണ്യം അല്ലേ. അപ്പോൾ കയ്യുണ്യം കിട്ടുന്നവർ അത് ചെയ്യാം. അല്ല, ഈ ബ്രഹ്മിയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ അതുപോലെ നെല്ലിക്ക ഓയിൽ തേക്കാൻ പറ്റുന്നവർക്ക് അത് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചിലവർക്ക് ചില സംഭവങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ കിട്ടുന്നത് അത് നമുക്ക് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പലതരം സെറമായിട്ടാണെങ്കിലും ജെല്ലായിട്ടൊക്കെ ആണെങ്കിലും പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഈ ചൂട് കാലത്ത് മുടി ഒരുപാട് ഊരിപ്പോകും, ആരും വിഷമിക്കണ്ട കേട്ടോ. അപ്പോൾ പോകുന്നത് പൊക്കോട്ടെ, നമുക്ക് അടുത്ത മുടി നന്നായിട്ട് വളരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തയ്യാറെടുപ്പൊക്കെ. തലമുടി സ്കാൽപ്പൊക്കെ തണുപ്പിക്കാനും അതുപോലെ മുടി ധാരാളം മുടി വളരാനും ഫോളിക്കിൾസ് ഒക്കെ വികസിക്കാനൊക്കെ ഉള്ള തരത്തിലുള്ള എല്ലാ ഈ ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്ന അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാവരുടെയും മുടി വളരും, പോയതുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മളിങ്ങനെ മുടിയുടെ ലെങ്ത് ഇങ്ങനെ നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു മുടി ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലേ. കാണാം, തോന്നാൻ മാത്രമല്ല കാണാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം മുടി പോയത് തിരിച്ചു വരുന്നുണ്ടെന്നാണ്. അതുപോലെ ചിലവർ പറയുന്നുണ്ട് ലെങ്തി ആയിട്ടുള്ള മുടി തിന്നാണെന്ന്. അതങ്ങനെയല്ല, നമ്മുടെ പോവാത്ത മുടിയാണ് ലെങ്തി ആയിട്ട് നമുക്ക് ഉള്ളത്. അതേസമയം വരുന്ന മുടിക്ക് അത്രയും ലെങ്ത് ആയി തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാം ഇങ്ങനെ കയറി ഇറങ്ങി ഇരിക്കും മുടിയൊക്കെ. നമ്മൾ നോക്കുമ്പോൾ അറിയാം ഇവിടുത്തെ തിക്നെസ് താഴെ വരുമ്പോൾ ഉണ്ടാവില്ല. കാരണം ഇവിടെ ധാരാളം മുടി ഉണ്ടാവും. ബേബി ഹെയറും അല്ലാത്ത ഹെയറൊക്കെ ഇങ്ങനെ വളർന്ന് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. നമ്മളുടെ ഈ ലോങ് ഹെയർ തിന്നായിട്ടുള്ളത് നേരത്തെ ഉള്ളതാണ്. അപ്പോൾ ഈ നേരത്തെ മുടിയുടെ അത്രയും ലെങ്തി ആവണമെങ്കിൽ താമസം എടുക്കും. അപ്പോൾ അതുകൊണ്ടിട്ടാണ്, അല്ലാതെ തിന്നായിട്ട് പോകുന്നതല്ല കാരണം കേട്ടോ. നമ്മൾ ഇവിടെയുള്ള മുടിയുടെ ലെങ്ത് നീണ്ടു വരുമ്പോഴത്തേക്കും താമസം എടുക്കും, അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ആരും വിഷമിക്കേണ്ട. ചൂടുകാലത്ത് ഒരുപാട് മുടി ഊരിപ്പോകുന്നുണ്ടാവാം, അതുകൊണ്ട് ഒന്നും വിഷമിക്കേണ്ട. നമ്മൾ നമ്മളുടെ ഈ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാം കേട്ടോ. എത്ര മുടി പോകണമെന്നൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. പോയ മുടിയെല്ലാം നമുക്ക് തിരിച്ചു വരും. ഒരു ദിവസം 100-120 മുടിയൊക്കെ പോകും, അതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട. പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറയുന്നത്. അവർ കുറച്ച് മുടി ഊരി പോകുമ്പോഴത്തേക്ക് സങ്കടപ്പെടും, അയ്യോ എൻ്റെ മുടിക്ക് എന്ത് പറ്റിയെന്നൊക്കെ. അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് നോർമലായിട്ടുള്ള ഒരാൾക്ക് 100-120 മുടി വരെ പോവാം. പോകുന്നതനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കും. ഇനി അതല്ല, വല്ല തൈറോയിഡ് പോലെയുള്ള അസുഖങ്ങളാണെങ്കിലും ഷുഗർ കൂടുതലാണെങ്കിലൊക്കെ ഇതുപോലെ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതൊക്കെ ആണെങ്കിൽ നമ്മൾ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കേണ്ടി വരും കേട്ടോ. അതിൻ്റെ ഈ പ്രശ്നങ്ങൾ കാരണം മുടി ധാരാളം കൊഴിഞ്ഞു പോകും. അപ്പം നമുക്ക് വളരുന്നതായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഈ മരുന്ന് കഴിക്കുന്നതോടുകൂടി നമ്മൾ നമ്മളുടെ ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ പിന്നീടാണെങ്കിൽ നമുക്ക് മുടി വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പോകുന്ന മുടി പൊക്കോട്ടെ, നമ്മൾ കെയർ ചെയ്താൽ മതി. മുടി വൈകുന്നേരങ്ങളിൽ വെടുത്താം,
ജെല്ലാ എണ്ണയോ ഏതാണോ നമുക്ക് പറ്റുന്നത് അത് തൊട്ട് പിടുത്തിയിട്ട് മുടിയുടെ ജടയെല്ലാം എല്ലാം കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് മുടി പിന്നിയിട്ട് കിടക്കാം. പിന്നിയിട്ട് കിടക്കുമ്പോഴത്തേക്കും നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും മുടി തല്ലി പോവില്ല എന്നും പറയുന്നതാണ് കേട്ടോ. ഇത് വീണ്ടും വീണ്ടും പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ മുടി പിന്നിയിട്ട് കിടക്കുവാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും മുടി എണ്ണി നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അല്ലെങ്കിൽ മുടി ഊരിപ്പോക്ക് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ റോസ്മേരി സെറം തേക്കുന്നവർ ഹോട്ട് സീസണിൽ ശ്രദ്ധിക്കുക. അഥവാ നിങ്ങൾക്ക് അത് മസ്റ്റായിട്ട് വേണമെങ്കിൽ ഡൈലൂട്ട് ചെയ്തിട്ട് വേണം തേക്കാനായിട്ട് കേട്ടോ. അല്ലാത്ത രീതിയിൽ നിങ്ങൾ കട്ടിയിലൊന്നും എടുത്ത് തേക്കരുത് കേട്ടോ. പിന്നെ ഏറ്റവും ബെസ്റ്റ് ഈ കയ്യുണ്ണിയം കേട്ടോ. പിന്നെ അതുപോലെ ബ്രഹ്മി, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തേച്ചോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. ബ്രഹ്മി നമുക്ക് കടകളിൽ നിന്ന് കിട്ടും, പച്ചമരുന്ന് കടയിൽ നിന്ന് കിട്ടും. അത് കൊണ്ടുവന്ന് നമുക്ക് നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ വീട്ടിലുണ്ടാവും കേട്ടോ. ഈർപ്പമുള്ളിടത്ത് വേണം ബ്രഹ്മി നട്ടുപിടിപ്പിക്കാൻ. ബ്രഹ്മിക്ക് പല ഗുണങ്ങളുണ്ട്. അത് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് രാവിലെ കഴിച്ചാൽ ശോധനയ്ക്കും നല്ലതാണ്. ബുദ്ധി ഉണ്ടാവും ബ്രഹ്മി കഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ. ഓർമ്മശക്തി ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ വ്യക്തമായിട്ട് ബ്രഹ്മിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ബ്രഹ്മി കിട്ടാവുന്നവർ പച്ചമരുന്ന് കടയിലൊക്കെ കിട്ടും. അങ്ങനെ പോകുന്നവർ ഇത് അന്വേഷിച്ച് ഒരു പിടി ബ്രഹ്മി വാങ്ങിച്ച് നമ്മൾ നട്ടുപിടിപ്പിക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ബ്രഹ്മി തിളപ്പിച്ച വെള്ളത്തിൽ തല കഴുകുക, ഏറ്റവും ഉത്തമമായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വെള്ളം ധാരാളം കുടിക്കുക. പിന്നെ ഹെയർ കോമ്പിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു, മസാജ് കേട്ടോ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുക 2 നേരം. മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് കോമ്പ് വെച്ചിട്ട് നമ്മൾ ചീവിയിരിക്കുക. അപ്പോൾ അത് സ്കാൽപ്പും പിന്നെ ഫോളിക്കിൾസിനൊക്കെ നല്ലതാണ്. ഫോളിക്കിൾസ് അടഞ്ഞിരിക്കുന്ന ഫോളിക്കിൾസ് എല്ലാം ഓപ്പൺ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് അതിനെക്കുറിച്ചും വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ഒരിക്കലും മടി കാണിച്ച് മുടി കളയരുത് കേട്ടോ. നമ്മുടെ അശ്രദ്ധ മൂലം മുടി നഷ്ടപ്പെടാൻ ഇടവരുത്തരുത്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും മുടി നല്ല ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും കേട്ടോ. മുടി ഇതുപോലെയല്ല, ഈ സോപ്പ് കാര്യങ്ങൾ ഷാമ്പു എല്ലാം ഉപേക്ഷിച്ചിട്ട് കംപ്ലീറ്റ് ആയുർവേദത്തിലേക്ക് പൊക്കോളൂ. നിങ്ങൾ ആയുർവേദ പൊടികളായിട്ടും ആയുർവേദ പൊടിയാണ് കേട്ടോ. അപ്പോൾ അതും പിന്നെ മറ്റുള്ള മൈലാഞ്ചിപ്പൊടി, അതുപോലെ തന്നെ ഈ നെല്ലിക്കപ്പൊടിയൊക്കെ തേച്ചിട്ടുള്ള പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് നല്ല രീതിയിൽ മുടി വളരാൻ പറ്റും കേട്ടോ. മുടി സിൽക്കി ആയിട്ടൊക്കെ വരും. ഇടയ്ക്കിടയ്ക്ക് എഗ്ഗ് ചേർത്തുള്ള പാക്ക് ചെയ്യാം, ഇടയ്ക്ക് കാപ്പിപ്പൊടി ചേർത്തിട്ടുള്ള പാക്ക് ചെയ്യാം. പലതും ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പപ്പായയുടെ ഉണ്ട്, അത് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ അലോവേര, ഒലിവ് ഓയിൽ, ഇതൊക്കെ തേച്ചോളൂ കേട്ടോ. മുടി ധാരാളം വരും. പോയ മുടി പൊക്കോട്ടെ, അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. പക്ഷെ നമുക്ക് ഇനിയും ധാരാളം മുടി വളരും കേട്ടോ. ഇനി ശ്രദ്ധിച്ചാലും മതി നിങ്ങൾ. ഇതുപോലെ കുറേ ഷാമ്പു ഒക്കെ തേച്ച് മുടി കുറേ പോയവരുണ്ടാവും. അപ്പോൾ ഇനി നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള എണ്ണകളൊക്കെ ആണെങ്കിൽ പുറത്ത് പോകുമ്പോൾ ധാരാളം എണ്ണ അപ്ലൈ ചെയ്യരുത്. പുറത്തുള്ള പൊടിപടലങ്ങൾ പിടിച്ചിരുന്ന് പിന്നെ അത് ചെളിയായി പിന്നെ അത് ധാരണയൊക്കെ ആയിട്ട് ഫോം ചെയ്യും. അപ്പോൾ അതുപോലെ നമ്മൾ വളരെ കെയർ ചെയ്ത് മുന്നോട്ട് പോവുക. നമുക്ക് പുറമേ നിന്നുള്ള ഒരു തരത്തിലുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള ആയുർവേദ ചെടികൾ കൊണ്ട് നമുക്ക് മുടി സംരക്ഷിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷിച്ചിരിക്കുക. അതുപോലെ അലർജി ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെ അലർജി ഉള്ളവർ ഒന്നില്ലെങ്കിൽ ആമസോണിൽ നിന്ന് മേടിച്ച് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ അധികം നേരം വെക്കേണ്ട, ഒരു 5-10 മിനിറ്റ് അപ്ലൈ ചെയ്തിട്ട് കഴുകി കളഞ്ഞോളൂ. അപ്പോൾ നമുക്കറിയാൻ പറ്റും കേട്ടോ. അങ്ങനെ അലർജി ഉള്ളവർ അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. മറ്റുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണാം. തൈറോയിഡ് പോലുള്ളതൊക്കെ ഉണ്ടെങ്കിൽ കാണാം കേട്ടോ. പിന്നെ വിറ്റാമിൻ്റെ കുറവുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാം. അപ്പോൾ അത് വിറ്റാമിൻ 2 തരത്തിലുണ്ട്, ഡി. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മുടി നന്നായിട്ട് വളർത്താൻ പറ്റും
കേട്ടോ. കൂടുതൽ പ്രശ്നമൊന്നും ഇല്ലാതെ, ടെൻഷനൊന്നും ഇല്ലാതെ ഇരിക്കുക, എല്ലാം ഈശ്വരനിൽ അർപ്പിക്കുക. ഭഗവാനിലെല്ലാം അർപ്പിച്ചാൽ ഭഗവാനെല്ലാം നമുക്ക് സാധിപ്പിച്ചു തരും കേട്ടോ. അപ്പോൾ ഈശ്വര വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പൊക്കോളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ.